അഞ്ചൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ വനിതാ സെക്രട്ടറിയെയും ജീവനക്കാരിയെയും സംഘം പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ പരാതി നൽകിയിട്ടും അഞ്ചൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ലെന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സെക്രട്ടറി അമ്പിളി പറഞ്ഞു. സാമ്പത്തിക സംഘത്തിലുണ്ടായിരിക്കുന്ന 10-15 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ ഞാൻ കൂട്ടുനിൽക്കുന്നില്ല എന്ന കാരണത്താലാണ് പ്രസിഡന്റിന് എന്നോട് വൈരാഗ്യം തോന്നിയിട്ടുള്ളത്. എൻ്റെ പേരിൽ നാളെ ഇന്ന് വരെയും യാതൊരു സാമ്പത്തിക ബാധ്യതയോ മറ്റ് ക്രമക്കേടുകളോ ഒന്നും തന്നെ ഇല്ലാത്തതാണ്. പ്രസിഡന്റും മറ്റ് കൂട്ടാളികളും ചേർന്ന് ചെയ്തിട്ടുള്ള ഈ പ്രശ്നത്തിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചുവെങ്കിലും പോലീസ് സമയത്ത് അവിടെ എത്തി. പക്ഷേ ഞങ്ങളുടെ മൊഴി എടുക്കുകയോ ഇന്ന് വരെയും മകസർ ഒന്നും തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ 3 ദിവസമായി. ക്ഷീരസംഘത്തിന്റെ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ ചാമക്കാല പ്രഭാകരൻ പിള്ളയും അംഗങ്ങളും ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് അമ്പിളി പറഞ്ഞു. മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സംഘം ഓഫീസിലേക്ക് ആയുധങ്ങളുമായി എത്തിയായിരുന്നു മർദ്ദനം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന 15 ലക്ഷം രൂപയുടെ അഴിമതി തെളിയിക്കുന്ന രേഖകൾ ഓഫീസിൽ നിന്ന് കടത്തുവാനായിരുന്നുവത്രേ ഇവരുടെ ശ്രമം. ഇത് തടഞ്ഞപ്പോഴാണ് തന്നെയും ജീവനക്കാരി അഞ്ജുവിനെയും മർദ്ദിച്ചതെന്ന് അമ്പിളി പറഞ്ഞു. സംഭവം നടന്നയുടൻ പോലീസിനെ വിവരമറിയിച്ചെങ്കിലും പോലീസ് അതിക്രമം തടഞ്ഞില്ലെന്ന് അമ്പിളി ആക്ഷേപമുന്നയിച്ചു. പോലീസ് നോക്കി നിൽക്കുമ്പോൾ സംഘം പ്രസിഡന്റ് തന്റെ സാരി വലിച്ചഴിച്ചതായും സെക്രട്ടറി പറഞ്ഞു. സംഘത്തിലെ പ്രസിഡന്റ് ബോർഡ് മെമ്പർമാരും കൂടെ ചേർന്ന് രാവിലെ സംഘത്തിലെത്തുകയും മാരകായുധങ്ങളുമായി അലമാര കുത്തിപ്പൊളിച്ച് ഞങ്ങളെ അസഭ്യങ്ങൾ പറയുകയും സാരി പിടിച്ച് വലിച്ച് സാരിയുടെ കുത്തു പോവുകയും പിന്നെ മാനസികമായി വിഷമിപ്പിക്കുകയും മാനഹാനി ഉണ്ടാവുകയും എനിക്ക് സാരി പോയി പിന്നെ പ്രസിഡന്റ് എന്നെ പിടിച്ച് തള്ളുകയും അടിക്കുകയും അസഭ്യങ്ങൾ പറയുകയും ചെയ്തു. അക്രമികൾ ഓഫീസ് ലോക്കറിന്റെ പൂട്ട് തകർത്ത് ഫയലുകൾ ബലമായി എടുത്തുകൊണ്ടുപോയതായി സെക്രട്ടറി പറഞ്ഞു. തടഞ്ഞ തനിക്ക് നേരെ വധഭീഷണി മുഴക്കിയതായും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.